ലോകം ഇന്ന് രണ്ട് വലിയ യുദ്ധമുഖങ്ങളിലാണ്. ഒന്ന് യുക്രൈനിലും മറ്റൊന്ന് പശ്ചിമേഷ്യയിലും. എന്നാൽ ഇവ രണ്ടും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും ഇറാൻ അമേരിക്ക സംഘർഷം നീണ്ടുപോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തന്ത്രപരമായ വിജയമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നു. യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യ പയറ്റിത്തെളിഞ്ഞ മാരകമായ യുദ്ധതന്ത്രങ്ങൾ ഇപ്പോൾ ഇറാൻ സൈന്യത്തിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണെന്ന സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര സുരക്ഷാ ക്രമീകരണങ്ങളെ പാടെ ഉലയ്ക്കുന്നതാണ്. ആധുനിക യുദ്ധമുഖത്തെ ഏറ്റവും വലിയ നിശബ്ദ കൊലയാളികളാണ് ഡ്രോണുകൾ. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വ്യാപകമായി ഉപയോഗിച്ച FPV ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇറാൻ സൈന്യത്തിന് കൈമാറിക്കഴിഞ്ഞു. അമേരിക്കൻ ടാങ്കുകളെയും സൈനിക വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള മിനി ഡ്രോണുകൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ റഷ്യൻ വിദഗ്ധർ ഇറാനിയൻ സൈനികർക്ക് നേരിട്ട് പരിശീലനം നൽകുന്നു. 30 മൈൽ വരെ പ്രഹരപരിധിയുള്ള പുതിയ തരം ഡ്രോണുകൾ വികസിപ്പിക്കാൻ റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിച്ചാൽ അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ സാധിക്കും. യുക്രൈനിലെ സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കാൻ റഷ്യ ഉപയോഗിച്ച അതേ ക്രൂരമായ തന്ത്രങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെ പ്രയോഗിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുകയാണ്. സെലൻസ്കി ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം റഷ്യൻ സാറ്റലൈറ്റ് വിവരങ്ങൾ ഇറാന് നൽകുന്നു എന്നതാണ്. യുക്രൈനിലെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന അത്യാധുനിക സാറ്റലൈറ്റുകൾ എപ്പോൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും കപ്പലുകളുടെയും ചിത്രങ്ങൾ 100% ഇറാനുമായി പങ്കുവയ്ക്കുന്നു. അടുത്തിടെ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ നടന്ന പല ആക്രമണങ്ങളിലും ഇറാന് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ ലഭിച്ചത് റഷ്യൻ സഹായം മൂലമാണെന്ന് സെലൻസ്കി ഉറപ്പിച്ചു പറയുന്നു. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികരുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ തിരിച്ചടികൾക്ക് അമേരിക്കയോടുള്ള പക വീട്ടാൻ ഇറാനെ ഒരു പ്രോക്സിയായി റഷ്യ ഉപയോഗിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം നീണ്ടുപോകുന്നത് റഷ്യക്ക് രണ്ട് രീതിയിൽ വലിയ ഗുണമുണ്ടാക്കുമെന്ന് സെലൻസ്കി വിശകലനം ചെയ്യുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം മുറുകുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവാതക ഉൽപ്പാദകരിൽ ഒന്നായ റഷ്യക്ക് ഇത് വൻ സാമ്പത്തിക നേട്ടമാണ് നൽകുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്താനും യുക്രൈനിലെ സൈനിക നീക്കങ്ങൾക്കായി കൂടുതൽ പണം കണ്ടെത്താനും ഈ എണ്ണപ്പണം പുടിനെ സഹായിക്കും. അമേരിക്കയുടെ സൈനിക വിഭവങ്ങളും പണവും നയതന്ത്ര ശ്രദ്ധയും മിഡിൽ ഈസ്റ്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യുക്രൈനിലേക്കുള്ള സഹായം സ്വാഭാവികമായും കുറയും. യുക്രൈനിലെ പോരാട്ടം അവസാനിപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ഇതിലൂടെ പുടിന് സാധിക്കും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന തീ യുക്രൈനിൽ റഷ്യക്ക് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. ഇറാന്റെ ഷഹീദ് 136 ഡ്രോണുകൾ റഷ്യ യുക്രൈനിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡ്രോണുകളുടെ പോരായ്മകളും അവയെ എങ്ങനെ വെടിവെച്ചിടാം എന്നതിനെക്കുറിച്ചും യുക്രൈൻ സൈന്യത്തിന് ആഴത്തിലുള്ള അറിവുണ്ട്. അടുത്തിടെ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഈ അറിവ് പങ്കുവയ്ക്കാൻ സെലൻസ്കി തയ്യാറായിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ ഭീഷണി നേരിടുന്ന ഗൾഫ് രാജ്യങ്ങൾ യുക്രൈന്റെ യുദ്ധപരിചയം വലിയ മുതൽക്കൂട്ടാകും. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെ തകർക്കാൻ യുക്രൈൻ വികസിപ്പിച്ചെടുത്ത ജാമിംഗ് സാങ്കേതിക വിദ്യയും മറ്റ് പ്രതിരോധ രീതികളും ഗൾഫ് മേഖലയിൽ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക സഹകരണം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലല്ല, മറിച്ച് അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. വടക്കൻ കൊറിയ കൂടി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നതോടെ ഒരു പുതിയ അച്ചുതണ്ട് ശക്തി രൂപപ്പെടുന്നതായാണ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നത്. റഷ്യ ഇറാന് നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഭാവിയിൽ ഇസ്രയേലിനും മറ്റ് സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാകും. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ തീ ആഗോള തലത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് ഭയപ്പെടുന്നു. പുടിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പരീക്ഷണശാലയാണ്. യുക്രൈനിൽ നേരിട്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയ്ക്കെതിരെ ചെയ്യാൻ റഷ്യക്ക് സാധിക്കുന്നു. അമേരിക്കയുടെയും നാറ്റോയുടെയും ശക്തി ക്ഷയിപ്പിക്കുക എന്ന ദീർഘകാല ലക്ഷ്യമാണ് റഷ്യയെ ഇറാന്റെ അടുത്ത സുഹൃത്താക്കി മാറ്റുന്നത്. അതേസമയം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മിഡിൽ ഈസ്റ്റിലെ സൈനിക ഇടപെടലുകൾക്കെതിരെ അമേരിക്കൻ പ്രതിഷേധം ഉയരുന്നത് ട്രംപിന്റെയും മറ്റ് നേതാക്കളുടെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ഇത് അത്യന്തികമായി റഷ്യക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ സൃഷ്ടിക്കും. സെലൻസ്കിയുടെ വെളിപ്പെടുത്തലുകൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യയും ഇറാന്റെ ആയുധശേഷിയും ഒന്നിക്കുമ്പോൾ അത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. എണ്ണവില ഉയർത്തിയും അമേരിക്കയുടെ ശ്രദ്ധ തിരിച്ചും പുടിൻ നടത്തുന്ന ഈ വലിയ ചൂതാട്ടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നാണ് സെലൻസ്കി ആഹ്വാനം ചെയ്യുന്നത്. ഇറാൻ സൈന്യത്തിന് ലഭിക്കുന്ന റഷ്യൻ പരിശീലനവും സാറ്റലൈറ്റ് വിവരങ്ങളും വരും ദിവസങ്ങളിൽ യുദ്ധഭൂമിയിൽ പ്രതിഫലിക്കുമെന്നതും ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾക്കായിരിക്കും.